ലൈംഗികാക്രമിയെ സംരക്ഷിക്കാൻ നിയമത്തിന്റെ അവസാന പഴുതും തേടി കാത്തുനിന്ന കോൺഗ്രസെ നാണം കെട്ട് ഗതികെട്ട് പുറത്താക്കുന്നതാണോ നിങ്ങളുടെ ബ്രഹ്മാസ്ത്രം? പുറത്താക്കിയില്ലെങ്കിൽ നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി എത്തിയിട്ടും മുൻകൂർ ജാമ്യം കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് കാത്തുനിന്നവർ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുകയാണ്. ഒരു ലൈംഗിക കുറ്റവാളിയെ വെള്ളപൂശാൻ 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമൊന്നും മതിയാകില്ലെന്ന് മനസ്സിലാക്കിയ ഒരാൾ പാപഭാരം കൊണ്ട് തലകുനിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഓടിയിട്ടുണ്ട്. മറുപടിയില്ലാത്ത ഈ ഓട്ടം ഒരു തുടക്കം മാത്രമാണ്. രാഹുൽ മാങ്കുടത്തിൽ എന്ന സമ്മാനം പാലക്കാടിന് കൊടുത്ത ഷാഫി ആ സമ്മാനം കോൺഗ്രസിന്റെ അടിവേര് തോണ്ടുന്ന മാൻഡ്രേക്കാകുമെന്ന് അറിഞ്ഞിട്ടും എന്തിന് നിങ്ങൾ അത് ചെയ്തു? രാഹുലിന്റെ വൈകൃതങ്ങൾ ഷാഫിക്ക് അറിയാമെന്ന കൂട്ടത്തിലുള്ളവരുടെ വെളിപ്പെടുത്തലിൽ നിന്നും എവിടെ വരെ ഓടി ഒളിക്കും നിങ്ങൾ? ഒന്നുകിൽ ഒരുമിച്ച് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പങ്ക് ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ നീതിയുടെ വിചാരണ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നതിന് മുൻപ് രാഷ്ട്രീയ വനവാസം തെരഞ്ഞെടുക്കുക. നാണമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഈ നിമിഷവും MLA ആയി തുടരാനാകുന്നത്. വികൃതമായ മനസ്സുകളുമായി വിഹരിക്കുന്ന രാഹുൽ മാങ്കുടത്തിൽമാരെ നിങ്ങൾ കഴുകനെ പോലെ ഉയർന്നു പൊങ്ങിയാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം താഴെ ഇറങ്ങേണ്ടി വരും. ഒരു ക്രിമിനലിന്റെ സമ്പൂർണ്ണ പതനം അച്ചടിച്ച പത്രത്താളുകളിൽ നാളെയും പൊതിച്ചോറുകൾ വിതരണം ചെയ്യും. ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ: SK സജീഷ് CPIM-ൽ നിന്നും, AM രോഹിത് കോൺഗ്രസിൽ നിന്നും, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം AM രോഹിത്തിലേക്ക് പോകുകയാണ്. രോഹിത്, മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി പറയും വരെ കാത്തിരുന്നത് എന്ത് സമ്മർദ്ദത്തിന്റെ മേലായിരുന്നു? അല്ല, ആദ്യമായിട്ട് ഇത്തരമൊരു വിഷയത്തിൽ കൈരളി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും കോൺഗ്രസ് പാർട്ടി ഇന്ന് സ്വീകരിച്ച നടപടിയെ അതിനെ അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലായിട്ടാണ് ഇത്തരമൊരു വിഷയത്തിൽ ഉൾപ്പെട്ടു പോയ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ, നിലവിലെ കേരളത്തിലെ MLA, അദ്ദേഹത്തെ പാർട്ടിയുടെ ഔദ്യോഗിക പദവികളിൽ നിന്ന് നീക്കം ചെയ്യൽ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പാർട്ടി തന്നെ പുറത്താക്കുന്ന സ്ഥിതി ഉണ്ടായി. കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ കൈരളി ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോലും എടുക്കാൻ പറ്റാത്തൊരു നിലപാട് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കുവാൻ ഈ വിഷയത്തിലൂടെ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രോഹിത് പറഞ്ഞോളൂ. തുടർന്നോളൂ. അല്ല, ഞാനതാ പറഞ്ഞത്, ഈ കേസിന്റെ നാൾവഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരുമ്പോ ഇതിൽ ആദ്യം പരാതി ഉണ്ടായിരുന്നില്ല, FIR ഉണ്ടായിരുന്നില്ല, പരാതി ഉന്നയിച്ച ആള് തന്നെ ആരുടെയും പേരെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. പിന്നീട് പരാതി വന്നു, അതിനുശേഷം FIR വന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഇതിനകത്തൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല. അതിന് അങ്ങേയറ്റം, ശിക്ഷയുടെ അങ്ങേയറ്റം എടുത്തിട്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് പോലും കോൺഗ്രസിനെ വിമർശിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു നടപടി പോലും സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. രോഹിത്, ആ വിഷയത്തിൽ ചോദിക്കാൻ ശ്രമിച്ചത്, ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം കോടതി കൊടുത്തിരുന്നു എന്ന് കരുതുക, അപ്പോൾ എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട്? അതുകൊണ്ടാണ് ആ ചോദ്യം ആവർത്തിക്കുന്നത്. രോഹിത്, മുൻകൂർ ജാമ്യം ഇല്ല എന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമാണോ ഈ പുറത്താക്കൽ എന്ന തീരുമാനം നിങ്ങൾ പ്രഖ്യാപിക്കാനിരുന്നത്? അതല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും പുറത്താക്കലിന്റെ ഒരു സൂചനയും അല്ലെങ്കിൽ ഒരു തീരുമാനം പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇല്ല. അപ്പോൾ മുൻകൂർ ജാമ്യം ഇല്ല എന്നതിന് പിന്നാലെ മാത്രം ആ തീരുമാനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് ചോദ്യം. രോഹിത്, അല്ല, ആ തരത്തിൽ അതിന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾ ഉണ്ടാവണം. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. തുടരെ പരാതി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കണമെന്ന് മുരളീധരനെ പോലെയുള്ള കേരളത്തിലെ ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് വിധി മറച്ചായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് അകത്തായിരിക്കും എന്ന് തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. സണ്ണി ജോസഫിന്റെ രാവിലത്തെ പ്രതികരണമാണ്, നമുക്ക് അതൊന്നും കേട്ട ശേഷം ഞാൻ രോഹിത്തിലേക്ക് മടങ്ങി വരാം.
സംഘടനാപരമായി ഇത്രയും നടപടികൾ സ്വീകരിച്ച് നിൽക്കുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ, അതിനേക്കാൾ കടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ബാധ്യതം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടികൾ. ഇവിടെയാണ് രോഹിത് പ്രശ്നം. അതായത് ഏകദേശം ഒരു 12 മണിക്ക് ശേഷമാണ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. ഈ പ്രതികരണത്തിൽ എവിടെയെങ്കിലും രോഹിത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തീരുമാനമെടുത്ത AICCയുടെ അംഗീകാരവും വാങ്ങി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതിന്റെ സൂചനയുണ്ടോ? രോഹിത്തിന് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതിന് പിന്നാലെ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ള ഉത്തരവ് വരികയും പുറത്താക്കി എന്നുള്ളൊരു റിലീസ് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് മുതിർന്ന എല്ലാ നേതാക്കളോടും കൂടിയാലോചന നടത്താനും ഹൈക്കമാൻഡിന്റെ അനുമതി വാങ്ങാനും ഒക്കെ എങ്ങനെ സാധിച്ചു കോൺഗ്രസിന്? അല്ല, ഇതിലിപ്പോ KPCC പറഞ്ഞ അഭിപ്രായത്തിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞെന്താണ്, കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, AICCയുടെ അംഗീകാരം വരണം. ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകുമ്പോൾ പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കണമെന്നല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ആത്യന്തികമായി എടുത്ത നിലപാട് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? അവർക്ക് നിയമപരമായിട്ട് ഏതെങ്കിലും സഹായം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ CPM സ്വീകരിച്ചതുപോലെ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ആ അന്വേഷണ കമ്മീഷൻ ആ അന്വേഷണം നടത്തി കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ള തരത്തിലേക്കുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ പരാതി ഉയർന്നു വന്നപ്പോ തന്നെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണ്? ആ പരാതി ഉടനടി DGPക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. മറ്റു കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് അങ്ങനെ ആയിരുന്നു. അവരെ പാർട്ടിക്കകത്ത് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇതുപോലെ പോലീസിലേക്ക് റഫർ ചെയ്യണോ ചെയ്തിട്ടുള്ളത്? അവരപ്പോ അവരുടെ പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒക്കെ അന്വേഷിക്കുന്ന നിലപാടെടുത്തത്. പക്ഷെ കോൺഗ്രസ് അതിൽ നിന്ന് മറിച്ച് വ്യത്യസ്തമായിട്ട് ഇത് നീതിന്യായ സംവിധാനത്തിലേക്ക് പോകണം, പോലീസ് അന്വേഷിക്കണം, കോടതി ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ കേസ് അതിന്റെ വഴിക്ക് പോകണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ KPCC പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞു, അച്ചടക്ക നടപടി ഇതിന്റെ അവസാന ഘട്ടം എടുക്കുമ്പോൾ കൂടിയാലോചന ഉണ്ടാകണം. പ്രത്യേകിച്ച് MLA ഉൾപ്പെടെയുള്ള പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അംഗീകാരം അതിനകത്ത് മേടിക്കണം. അവരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കണം. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം. അത് പറഞ്ഞതിലെന്താ തെറ്റ്? ശരി. ഓക്കെ രോഹിത്, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. SK സജീഷ്, അപ്പോൾ രാഹുൽ മാങ്കുടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനം മുൻപ് തന്നെ കോൺഗ്രസ് കൈക്കൊണ്ടതാണ്. നിർഭാഗ്യവശാൽ ജാമ്യമില്ല എന്ന് പറഞ്ഞ 5 മിനിറ്റിനകം അവരത് പ്രഖ്യാപിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഹുൽ മാങ്കുടത്തിനെ പോലെ ഒരാളെ പുറത്താക്കിയതോടുകൂടി കോൺഗ്രസിന്റെ എല്ലാ ഉത്തരവാദിത്തവും അവസാനിച്ചോ? കേൾക്കാം, പറയൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ സതീഷ്. അല്ല, ഇപ്പോൾ ഇങ്ങനെ പല ന്യായീകരണവുമായി കോൺഗ്രസ് എത്തിച്ചേരുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് പരിശോധിച്ചാൽ അറിയാം, അങ്ങനെയാണ് അവർ പറയുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്നൊരു ആനുകൂല്യം കിട്ടിക്കോട്ടെ എന്ന് കരുതി കാത്തു നിന്നാണോ തങ്ങൾ പുറത്താക്കിയതിന് ശേഷം അങ്ങനെ പുറത്താക്കിയ ഒരാളാണ് എന്ന കാര്യം കോടതിയിൽ വരാതിരിക്കാൻ വേണ്ടി ആ ആനുകൂല്യം, അവസാനത്തെ ഒരു ആനുകൂല്യം കൂടി കൊടുക്കാം എന്ന് കരുതി കാത്തു നിന്നാണ് എന്നുകൂടി അവർ പറയേണ്ടി വരും. കോടതിയുടെ മുന്നിലേക്ക് ഒരു കുറ്റക്കാരനാണെന്ന് പാർട്ടി കണ്ടെത്തിയ കൂടി ആളാണ് എന്ന് വരുത്തി തീർക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടി, അവസാനത്തെ ഒരു സഹായം കൂടി രാഹുലിന് നൽകി എന്നാണോ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പറയുന്നത്? അവരെല്ലാ സഹായവും ചെയ്തിട്ടുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുക മുഖപത്രത്തിലൂടെയാണ്. കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനും അതിനുവേണ്ടി ഉമ്മൻചാണ്ടിയുമായി ഉൾപ്പെടെ സമീകരിക്കാനും എല്ലാം നടത്തിയ ശ്രമം നമ്മൾ കണ്ടതല്ലേ. തെറ്റാണ് എന്ന് ഒറ്റ വാചകത്തിൽ പറഞ്ഞതല്ലാതെ വല്ല നടപടിയും സ്വീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ആ മുഖപ്രസംഗം എഴുതിയ ആൾക്കെതിരെ സുധാകരനല്ലേ തൊട്ട് 2 ദിവസം മുമ്പ് പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇയാൾ ഒരു തെറ്റുകാരനല്ല ഈ രാഹുൽ എന്ന് സുധാകരൻ പറഞ്ഞിട്ടില്ലേ? അത് തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന രാഹുലിൻ്റെ അനുയായികൾ ഏതാണ്ട് 10ഓളം പേരുണ്ട്. അതിൽ ഫെനി നൈനാൻ എന്ന് പറയുന്ന ആളിപ്പോൾ ഒളിവിലാണല്ലോ. ആ ഒളിവിൽ നിന്നുകൊണ്ട് ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ കൂട്ടുപതിയായി, ബലാത്സംഗ കേസിൽ കൂട്ടുപതിയായി നിൽക്കുന്നയാളാണല്ലോ, അദ്ദേഹത്തെക്കുറിച്ച്, അയാളെക്കുറിച്ച് വല്ല അഭിപ്രായവും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയായത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഈ ഇരയെ ഭീഷണിപ്പെടുത്താനും അതോടൊപ്പം അപമാനിക്കാനും മറ്റ് ഒരുപാട് ഇരകളുടെ പേര് പറയപ്പെടുന്നുണ്ടല്ലോ.
ആ ഇരകളൊന്നും പുറത്തേക്ക് വരാതിരിക്കാനുമായി സൈബർ കുറ്റകൃത്യം എന്നുള്ള നിലയിൽ അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച, അവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ച KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യരുണ്ടല്ലോ, അദ്ദേഹവും ഒളിവിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് വല്ല അഭിപ്രായം പറയുന്നുണ്ടോ? ഈ രാഹുലിന് വേണ്ടി ഈ പ്രവർത്തനമെല്ലാം നടത്തിയ ആൾ, ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഒളിവിലുണ്ടല്ലോ. അവിടെ സസ്പെൻഷനോ നടപടിയോ മറ്റോ ഉണ്ടോ? ഏത് രീതിയിലാണ് സംരക്ഷിച്ചു പോകുന്നത് നമ്മൾ കാണേണ്ടേ? അപ്പോൾ നിരവധിയായ ആളുകൾ ഈ നിലയിൽ നിൽക്കുന്നു. ഈ കാര്യത്തിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇനി ഇതല്ലാതെ കോൺഗ്രസിൻ്റെ മുന്നിൽ ഞങ്ങളെന്തോ ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റെന്ത് മാർഗമാണ് ഉണ്ടായിരുന്നത്? ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട 2-3 മാസക്കാലമായി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി ഇരയുടെ ശബ്ദത്തിലൂടെ, ഈ രാഹുലിൻ്റെ ശബ്ദത്തിലൂടെ കേരളം കേട്ട കാര്യങ്ങളുണ്ടല്ലോ, അങ്ങേയറ്റം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ കേരളം മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക? അടച്ചിട്ട മുറിയിൽ വിചാരണ നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ടല്ലേ രാഹുൽ വരുന്നത്? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായോ? നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. അവസാന നിമിഷവും കാത്തു നിൽക്കുന്ന നിലയിലേക്കല്ലേ കോൺഗ്രസ് മാറിയത്? എന്നിട്ട് ഞങ്ങൾ മാതൃകാപരമായി നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ സസ്പെൻഡ് ചെയ്തു പോയി. എന്താണ് കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ്റെ സമീപനം എന്താണ്? ആ രീതിയിലാണോ രാഹുലിനോട് അവരെടുത്ത സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നത്? എത്ര കാലത്തേക്കാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ? 1 മാസത്തിനുള്ളിൽ സസ്പെൻഷൻ നടപടികളിൽ തീർപ്പായിട്ടില്ലെങ്കിൽ ആ സസ്പെൻഷനെ അവസാനിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം വരുന്നത്. ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും, പഞ്ചായത്ത് മെമ്പർ മുതൽ MP സ്ഥാനം വരെയുള്ള എല്ലാ സ്ഥാനങ്ങളും തിരികെ ചോദിക്കണം എന്ന് ഭരണഘടനയിൽ പറയുന്നില്ലേ? ആരെങ്കിലും ഇന്നേവരെ ചോദിച്ചിട്ടുണ്ടോ? തുറന്നൊന്ന് ചോദിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവിന്, KPCC പ്രസിഡന്റിന്, പ്രതിപക്ഷ നേതാവിന് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അവർ ആ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ. 1 മാസം കഴിഞ്ഞാൽ സസ്പെൻഷൻ നടപടി നിലനിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് രാഹുൽ എന്താ ചെയ്തത്? രാഹുൽ നാട് നീളെ ഒരു ട്രാൻസ്ഫർ പോലെ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാടേക്ക് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുത്, അത് ഞങ്ങൾക്ക് അപമാനമാണ് എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവിന് പറയാൻ വേണ്ടി പറ്റിയോ? സ്ഥാനാർത്ഥിയുടെ കൂടെ 5 പേരാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോവുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം. ആ 5-1 പോകുന്നു എന്ന് മാത്രമല്ല, അവിടെ റിട്ടേണിംഗ് ഓഫീസറെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്താനും അവരോട് അഭിപ്രായം പറയാനും എല്ലാം രാഹുൽ മുന്നിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിക്കുന്നത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയല്ലേ കൈപ്പത്തി ചിഹ്നം അനുവദിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൂടെ പോകുമ്പോൾ ഇതിനൊന്നും പോകരുത് എന്ന് പറയാൻ ഇവിടെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുണ്ടോ? അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു നാടകം കാട്ടി ഇപ്പോൾ പുറത്താക്കി എന്ന് പറയുന്നു ഗത്യന്തരമില്ലാതെ. എന്നിട്ട് ഞങ്ങളെന്തോ മാന്യമായ സമീപനമാണ് സ്വീകരിച്ചത് എന്ന് ഇവർ സമ്മതിക്കുകയാണ്. ഇവരിങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ അത് ഒരു വലിയ കാര്യമായി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? 7-ലധികം പരാതികൾ AICCക്ക് ഉൾപ്പെടെ വേറെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ പരാതിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും പറയാൻ വേണ്ടി തയ്യാറാകണ്ടേ? ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾ പോലും തനിക്കെതിരായി ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് പരാതി AICC കൊടുത്തു എന്നല്ല പറയുന്നത്. അവിടെ മാന്യമായൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായോ? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നടന്ന് വളർത്തിയ പനമോലെ വളർത്തിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ഇതാ ഈ ആളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കിയാൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് MA ഷഹനാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച ആൾ ഷാഫിയോട് പറഞ്ഞില്ലേ? അപ്പോൾ ആ പറഞ്ഞ സമയത്ത് അതിനെ വിലമതിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സ്ത്രീകൾ പോലും പറഞ്ഞിട്ട്, വനിതകൾ പോലും പറഞ്ഞിട്ട് അവിടെയൊന്നും നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇതിപ്പോൾ ഉള്ള കാര്യമാണോ? വർഷങ്ങൾ മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ? ആക്കരുത് എന്ന് പറഞ്ഞതല്ലേ? ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതല്ലേ? എത്ര ആളുകൾ വരിയായി നിന്ന് പരാതി പറയുമ്പോൾ ഏതെങ്കിലും ഒരു പരാതിയെക്കുറിച്ച് ഇവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു പരാതി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം അച്ഛനെ പോലെ കരുതുന്നയാളാണ് എന്ന് കരുതി പോയി പരാതി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഞാൻ അച്ഛനെ പോലെ തന്നെ അത് പരിഹരിച്ചു. അതാണോ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിൽ സ്വീകരിക്കേണ്ടത്? ഇതെല്ലാം ചെയ്ത് അവസാനം ഒരു ഗത്യന്തരവുമില്ലാതെ കോടതി മുൻകൂർ ജാമ്യം ഉൾപ്പെടെ നിഷേധിച്ച് കൊടും ക്രിമിനലാണെന്ന് നാട് മുഴുവൻ അറിഞ്ഞപ്പോൾ ഇനി കോൺഗ്രസ് ഇതല്ലാതെ വേറെ എന്തായിരുന്നു ചെയ്യുക? അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ത് എന്നതുകൂടി ഒന്ന് വ്യക്തമാക്കട്ടെ ഈ കൂട്ടർ. ഇവരുടെ മുന്നിൽ മറ്റെന്ത് ഓപ്ഷനാണുള്ളത്? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത നിർദിഷ്ടമായ ഒരു കാര്യത്തിലേക്ക് പോയിട്ട് ഇതല്ലാതെ എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ സ്വീകരിച്ച വലിയ കാര്യമാണ്
സതീഷ്, ഞാൻ മടങ്ങി വരാം ഇത് താങ്കളിലേക്ക്. പറയാനും അഡ്വക്കേറ്റ് എൽ കുറച്ച് ലാൽകുമാർ, ഉളുപ്പ് ഇന്ന് വേണം, കെ അത്രമാത്രമേ മുരളീധരൻ ഞങ്ങൾക്ക് പറഞ്ഞൊരു പറയാനുള്ളൂ. വാചകമുണ്ട്, ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഇതാ ഇന്നലെ നമ്മൾ ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്നലെ രാത്രി 12 മണിക്ക് മുൻപ്, അതായത് ഇന്നലെ തന്നെ പുറത്താക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞത്. അപ്പോഴും താങ്കൾ ആ വിഷയത്തിൽ നടത്തിയ പ്രതികരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലാൽകുമാർ. എന്തായാലും അതിന് പിന്നാലെ കോടതി മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറയുന്നു, തൊട്ടടുത്ത നിമിഷം പുറത്താക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ധാർമ്മികത, മാതൃകാപരം എന്നൊക്കെയുള്ള വലിയ ഉത്തരവാദിത്തമുള്ള വാക്കുകൾ പറയാൻ ഈ കോൺഗ്രസിന് വാസ്തവത്തിൽ അവകാശമുണ്ടോ? രാഹുൽ മാങ്കുട്ടത്തിൽ പുറത്തേക്ക് പോകുമ്പോഴും ഷാഫി പറമ്പിൽ ഇതാ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ കെ മുരളീധരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ചിലപ്പം ഇതിനെ കാണുന്നത് ചിലപ്പം വേറൊരു രീതിയിലായിരിക്കും, പല സെൻറ്റൻസുകളും വേറെ രീതിയിലായിരിക്കും കാണുന്നത്. നോക്കൂ, കെ മുരളീധരൻ പറഞ്ഞ വരി എടുത്തു പോകുക, ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ എന്നുള്ളതാണല്ലോ അസത്ത് പറഞ്ഞത്. ഞാനത് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ ആ തീരുമാനത്തിൽ ഈ പറയുന്ന ആൾക്ക് റോളില്ലെന്നൊരു അർത്ഥമുണ്ട്. ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ എന്ന് പറയുമ്പം അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിന്നിട്ടാണ് പറയുന്നത് പുറത്താക്കിയല്ലോ എന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോംബ് പൊട്ടിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ കെ മുരളീധരന് ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട് മുൻ KPCC പ്രസിഡന്റ് ആയിരുന്ന ആൾക്ക് ഒരു റോൾ ഇല്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആ സെന്റൻസ് പറയാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്നവർ ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ പറയുന്ന സാധനം ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ, അത് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്കേ പറയാൻ പറ്റൂ. ഒന്നത്. രണ്ട്, രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇയാളെ പുറത്താക്കണമെന്ന്. അപ്പൊ മുൻ KPCC പ്രസിഡന്റാണ്, അടുത്ത KPCC പ്രസിഡന്റാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അതല്ല അപ്പൊ അവിടെയും നടന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 KPCC പ്രസിഡന്റുമാർ പറഞ്ഞ് അവിടെ നടന്നിട്ടില്ല. VD സതീശൻ പറഞ്ഞത് നടന്നില്ല. VD സതീശൻ ഉചിതമായ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ് VD സതീശന്റെ നിലപാട് ഇയാളെ പുറത്താക്കണമെന്നുള്ളതായിരുന്നു, നടന്നില്ല. സണ്ണി ജോസഫിന് പിന്നെ പ്രത്യേകിച്ച് വല്ല തീരുമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് സംഭവിച്ചത്. ഇത് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ വന്നത് എന്താ, നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്നു. ആ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ കോടതി തീരുമാനമെടുത്ത് കോടതി പറയുന്നു ആൻറ്റിസിപ്പേറ്ററി ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആ പോയിന്റിൽ കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തു ഇയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അപ്പോൾ രോഹിത് പറഞ്ഞ അനുമാനം കറക്റ്റാണ്, അല്ലെങ്കിൽ രോഹിത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അനുമാനിക്കാം നേരത്തെ തീരുമാനം എടുത്തു വെച്ചിരുന്നു. ആ തീരുമാനം എന്താ? ആ തീരുമാനം കണ്ടീഷണൽ തീരുമാനമാണ്. നോക്കൂ, രമേശ് ചെന്നിത്തല പറയുന്നു ഇയാൾ തെറ്റുകാരനാണ് എന്ന് ദ ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിന് അദ്ദേഹം പറയുന്നു. അത് കൂടാതെ രമേശ് ചെന്നിത്തല ഇന്ന് തന്നെ പറയുന്നു ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇയാളെ പുറത്താക്കേണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ള സ്ഥലത്ത് ഇന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാഞ്ഞ പോയിന്റ് അപ്പം വേറൊരു ചർച്ചയ്ക്കും വേറെ ആരും AICC-മായിട്ടോ വേറെ ഒരാൾക്കൊരു ഫോൺ കോൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ KPCC ഡിക്ലെയർ ചെയ്തു ഇന്ന ആളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. ഇതാണല്ലോ നടന്നത്, ഇതല്ലേ നടന്നത്? അതെങ്ങനെ നടക്കും? അതാണ് അവിടുത്തെ, അത് വളരെ രസകരമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇയാളെ പുറത്താക്കണമെന്ന്. പക്ഷെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ പുറത്താക്കാതിരിക്കാം. അതല്ലേ അതിൻ്റെ അർത്ഥം? ഇയാളെ പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് കോൺഗ്രസിന് തന്നെ മനസ്സിലായി, നേതാക്കന്മാർ തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു. പക്ഷെ ആൻറ്റിസിപ്പേറ്ററി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തേക്ക് ഒഴിവാക്കാം. അത് ആരുടെ താല്പര്യമാണ്? ആ താല്പര്യത്തിനകത്ത് രമേശ് ചെന്നിത്തലയില്ല, ആ താല്പര്യത്തിനകത്ത് VD സതീശനില്ല, ആ താല്പര്യത്തിനകത്ത് ഈ പറഞ്ഞിടത്തോളം മുരളീധരനില്ല, ഉറപ്പായിട്ടുമില്ല. അപ്പൊ KPCC പ്രസിഡന്റ് ഇത് ഹോൾഡ് ചെയ്യുക, VM സുധീരന് ഒട്ടുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ആരൊക്കെയാണ്? VM സുധീരൻ എന്ന് പറഞ്ഞ മുൻ KPCC പ്രസിഡന്റ്, രമേശ് ചെന്നിത്തല മുൻ KPCC പ്രസിഡന്റ്, ഈ പറയുന്ന കെ മുരളീധരൻ മുൻ KPCC, 3 KPCC പ്രസിഡന്റുമാരുടെ കാര്യമായി പറഞ്ഞത്. അപ്പൊ ഈ കണ്ടീഷണലായിട്ട് വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷണലായിട്ട് ഇത് ഹോൾഡ് ചെയ്തെന്ന് അറിയേണ്ടത്? ആർക്ക് വേണ്ടി? AICC-യുമായിട്ട് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം തള്ളിയ ശേഷം AICC-യുമായി ആലോചിക്കാനുള്ള സമയം KPCC പ്രസിഡന്റ് കിട്ടിയിട്ടില്ല. അതിനേക്കാൾ പെട്ടെന്ന് ഓർഡർ വന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതേലും തരത്തിൽ ആൻറ്റിസിപ്പേറ്ററി കിട്ടുമായിരുന്നെങ്കിൽ ഇയാൾ അകത്തിരുന്നോട്ടെ എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുള്ളൊരു വിഷയം. ഇയാൾ കള്ളം ചെയ്തു, തെറ്റ് ചെയ്തു, പീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിൽ തീരുമാനമെടുത്ത് വെച്ചിരിക്കുന്ന വിഷയത്തിൽ തന്നെ ഒരു കോർട്ട് ഓർഡർ സാങ്കേതികമായെങ്കിലും ഇവർക്ക് അനുകൂലമായി വന്നാൽ ഇയാളെ പുറത്താക്കണ്ടെന്നുള്ള തീരുമാനമാണ്.
ഇതാണ് സത്യം. ഇത് പക്ഷേ ഇത് ഇങ്ങനെ ഡൈസെക്ട് ചെയ്ത് പറയാനായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ, എനിക്ക് ഇങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് കോൺഗ്രസ് കാണിക്കുന്ന ആദ്യം തൊട്ടേ കാണിക്കുന്ന ഉടായ്പാണ്. കോൺഗ്രസ് ഇന്ന് പറയുന്ന മോറൽ, ദേ ആർ ടേക്കിംഗ് എ വെരി പൊളിറ്റിക്കലി മോറൽ ഹൈ ഗ്രൗണ്ട്. എന്താണ്? ഞങ്ങൾ അപ്പത്തന്നെ പുറത്താക്കിയില്ലേ, ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ തന്നെ പുറത്താക്കിയില്ലേ, ഓടി നടന്ന് പീഡിപ്പിച്ച്, ഓടി നടന്ന് ഈ പറഞ്ഞ ഗർഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് വേറെ ഏത് കേസാണ് ഇവിടെ ഉള്ളത്? എൻ്റെ അറിവിലില്ല. ഞാനത് അങ്ങനെ പറഞ്ഞു വെച്ചത് ഞാൻ അത്രയും മോശമായിട്ടൊരു വിഷയമായതുകൊണ്ടാണ്. ബലമായി കൊണ്ടുപോകുന്നു, റേപ്പ് ചെയ്യുന്നു, ഒരാൾ കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ട് റൂം എടുത്തു. അങ്ങനെ കേസൊന്നും കേരള ഈ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ടാകത്തില്ല, ഇയാളെ ഉണ്ടാക്കി വെച്ചത്. അപ്പം അങ്ങനൊരു കാര്യം വരുമ്പം ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. നിങ്ങൾ ആദ്യം തന്നെ എടുക്കണമായിരുന്നു എന്ന് പറയുന്നത് ഞാനല്ല, രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തല പറഞ്ഞെടുത്ത് ആർക്ക് വേണ്ടി ഇത് ഒതുക്കി വെച്ചു, മാറ്റി വെച്ചു എന്നുള്ളതിൻ്റെ ഉത്തരവാണ് അസിത നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഷാഫി പറമ്പിലും കൂട്ടരും ഈ പറയുന്ന സൈബർ ബ്രിഗേഡ് കൂടെ ചേർന്ന് ഇതിനകത്ത് പിടിമുറുക്കി. മുൻ KPCC പ്രസിഡന്റുമാരുടെ തീരുമാനങ്ങൾ പോലും നടപ്പാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് പറയുമ്പോഴത്തേന് നമ്മളെ കടിച്ചു തിന്നാൻ വരും ആൾക്കാർ. ഇത് അങ്ങനൊന്നുമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സത്യം ഇതാ, നമ്മൾ പറഞ്ഞ സത്യം ഇത് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഇന്നലത്തെ ചർച്ചയിൽ KC വേണുഗോപാലിന്റെ ഭാര്യ അപ്ഡേറ്റ് ചെയ്ത പോസ്റ്റ് ആര് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു? സ്ത്രീപക്ഷ നിലപാട് എടുത്ത ഒരു പോസ്റ്റ്, അത് ഡിലീറ്റ് ചെയ്തത് ആരുടെ നിർബന്ധപ്രകാരം ഡിലീറ്റ് ചെയ്തു? കാര്യം ഞാൻ സ്ത്രീപക്ഷ നിലപാട് എഴുതിയ ഒരു പോസ്റ്റ്, അതിനകത്ത് മോശം കണ്ടന്റ് ഒന്നുമില്ല, ഞാൻ എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നത്? അങ്ങനെ നല്ല കണ്ടന്റാണ് ഞാൻ എഴുതിയെങ്കിൽ എന്നെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വെളിയിൽ നിന്ന് ഉള്ള പ്രഷറുണ്ട്. ഇത് ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടതുള്ളൂ. ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ ഉടനെ തീരുമാനം എടുത്തതെങ്കിൽ ആ തീരുമാനം നേരത്തെ എടുത്തു വെച്ചിരുന്നാന്നും, അത് കഴിഞ്ഞ് ഈ എന്തേലും സാഹചര്യത്തിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഇയാൾക്ക് കിട്ടിയാൽ അത് ഹോൾഡ് ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ശക്തരായ ഉള്ള ആൾക്കാര് മുൻ 3-4 KPCC പ്രസിഡന്റുമാരെ കവച്ചു വെക്കുന്ന രീതിയിൽ, പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കവച്ചു വെക്കുന്ന രീതിയിൽ തീരുമാനം എടുക്കുന്നത് മറ്റൊരാളാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി. ശരി രോഹിത്, ഇങ്ങനെ ഒരു ഷാർപ്പായ ഒരു വിമർശനം വന്നാൽ എങ്ങനെ നേരിടും ഇപ്പോൾ ഈ ധാർമ്മികതയും മാതൃകാപരം എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്? മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു, AICC നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അത്രേ. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയായിരുന്നു രോഹിത് ഈ പറയുന്ന കാത്തിരിപ്പ്? ഹസിത, ഈ ഷാർപ്പായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ അസിതയാണെങ്കിലും സജീഷ് ആണെങ്കിലും ലാൽകുമാർ ആണെങ്കിലും നിങ്ങൾ പറയുന്ന സ്ത്രീപക്ഷ നിലപാടിനോട് നിങ്ങൾക്ക് ഒരു തരുമ്പ്, നിങ്ങൾ പറയുന്ന വാക്കിനോട് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. ഇവർക്ക് സജീഷിന്റെ പാർട്ടിക്കും അല്ല അസിത, ഞാൻ പറയട്ടെ, ലാൽകുമാറും സജീഷും പറയുന്ന സ്ത്രീപക്ഷ നിലപാടിനോട് അവർക്ക് നീതി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ സജീഷ് പറഞ്ഞു ഒളിപ്പുണ്ടോ കോൺഗ്രസ് എന്ന്, ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ കോൺഗ്രസിനെ വിമർശിക്കാൻ സജീഷിനും സജീഷിന്റെ പാർട്ടിക്കും ഒളിപ്പുണ്ടോ എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഒളിവിൽ കഴിയുന്ന ഒരാള് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നാണ്. സജീഷ് അങ്ങനെ പറയുമ്പോ സജീഷിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാള് 20 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലേ? അപ്പൊ ആ മത്സരം വേണ്ട, അദ്ദേഹത്തെ വിഡ്രോ ചെയ്യണമെന്ന് സജീഷിന്റെ പാർട്ടിയോട് പറയണ്ടേ? എന്നിട്ട് വേണ്ടേ ഞങ്ങളെ വന്ന് വിമർശിക്കാൻ? ഇനി ഇവിടെ പിന്നെ ലാൽകുമാർ ഇവിടെ വന്ന് കോൺഗ്രസിന് ക്ലാസ് എടുക്കുമ്പോ ഇവിടെ ലാൽകുമാറിന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം CPM-നോട് പറയണം. അദ്ദേഹം ഇടത് സഹയാത്രികനാണല്ലോ, അദ്ദേഹം CPM-നോട് പറയണം, നമ്മൾ പാർട്ടി എന്ന നിലയ്ക്ക് P. ശശിയുടെ വിഷയത്തിൽ എടുത്ത നിലപാട് ശരിയായില്ല, അത് തെറ്റായിരുന്നു എന്ന് അദ്ദേഹം പറയണം. PK ശശിയുടെ വിഷയത്തിൽ CPM എടുത്ത നിലപാട് ശരിയായിരുന്നില്ല എന്ന് അദ്ദേഹം പറയണം. അതോടൊപ്പം തന്നെ ഇപ്പോ മുകേഷ് MLA ആയി തുടരുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയണം. ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിയിൽപ്പെട്ട 2 സഖാക്കന്മാർ ജയിലിലാണ്. അവരിപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ പാർട്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്. അവരാ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ലാൽകുമാർ പറയട്ടെ, എന്നിട്ട് വേണം കോൺഗ്രസിന് ക്ലാസ് എടുക്കാൻ വരാൻ. ഇവിടെ കോൺഗ്രസ് ഈ വിഷയം വന്നു, പരാതി ഇല്ലാത്ത ഘട്ടത്തിൽ, FIR ഇല്ലാത്ത ഘട്ടത്തില്
ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷനെ തൽസ്ഥാനത്ത് മാറ്റി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ പരാതി വന്നു, FIR വന്നു, കോടതി അദ്ദേഹത്തെ ജാമ്യം നിഷേധിച്ചപ്പോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. അല്ല, അവിടെയാണ് പ്രശ്നം രോഹിത്. ജാമ്യം നിഷേധിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിടത്താണ് പ്രശ്നം. അപ്പോൾ ജാമ്യം നിഷേധിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരു സാധ്യത മറുപടി ഇല്ലേ? അല്ല, അതിൽ ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. ഉറപ്പായും രോഹിത് അല്ല, രോഹിത് അതിൽ ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. രോഹിത് അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മേലെയാണല്ലോ ആരോപണം ഉന്നയിച്ചത്. അതിൽ സജീഷിന്റെ മറുപടി ഞാൻ തേടും, ഉറപ്പായും തേടും രോഹിത്. ഉറപ്പായും ഞാൻ അതിൽ സജീഷിന്റെ മറുപടി തേടും രോഹിത്. അതിൽ രോഹിത്തിന് ഒരു ആശങ്കയും വേണ്ട. വേണമെങ്കിൽ ലാൽകുമാർ മതിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. എന്റെ ചോദ്യം രോഹിത്തിനോട് വളരെ ക്ലിയർ ആണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നടപടിയാണല്ലോ. ഇപ്പോൾ രോഹിത് തന്നെ ആ വരി പറഞ്ഞു, മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറഞ്ഞ ആ മാത്രയിൽ നടപടി പുറത്താക്കി. അവിടെയാണ് പ്രശ്നം രോഹിത്. അതാണല്ലോ ലാൽകുമാർ വിശദീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഹൈക്കമാൻഡ് മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു, ഇന്നലെ തന്നെ തീരുമാനം വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ കാത്തിരുന്നു, ഇന്നലെ ഹർജി പരിഗണിക്കുകയായിരുന്നല്ലോ. ഇന്നലെ ഈ സമാനമായ സാഹചര്യം കോടതി വിധി പറഞ്ഞാൽ അപ്പോൾ പ്രഖ്യാപനം നടത്താനിരുന്നു. കേസ് മാറ്റി, ഇന്നലെ പ്രഖ്യാപനം ഉണ്ടായില്ല. ഇന്ന് രാവിലെ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. രാവിലെ അല്ല കേട്ടോ, ഉച്ചയോടുകൂടി. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ സാങ്കേതികത പറയുന്നു. അത് കേൾക്കുന്ന നമുക്കറിയില്ലേ, വിധി വന്ന് 1 മിനിറ്റിനകം ആ തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധ്യത തേടി നിങ്ങൾ കാത്തിരുന്നത് എന്തിനാണ്? ഞാൻ ആവർത്തിക്കുന്നു രോഹിത്, വിധി പറയുന്നതിന് 1 മിനിറ്റ് മുൻപ് ആ പ്രഖ്യാപനം വന്നിരുന്നെങ്കിൽ രോഹിത് ഇപ്പോൾ പറഞ്ഞതുപോലെ അഭിനന്ദനീയമായിരുന്നു, മാതൃകാപരമായിരുന്നു, കളം നിങ്ങൾക്ക് അനുകൂലമായേനെ. അല്ല, അത് ഇന്നലത്തെ രണ്ടാമത്തെ പരാതി ഇമെയിലിലൂടെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും വന്നപ്പോ തന്നെ ഞങ്ങൾ അത് DGPക്ക് ഫോർവേഡ് ചെയ്തിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്, വന്നിരിക്കുന്ന പരാതിയുടെ ഗൗരവം വളരെ കൂടുതലാണ്, ഞങ്ങൾ കടുത്ത നടപടിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കുമെന്ന് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു MLA പുറത്താക്കുമ്പോൾ ഉണ്ടാവേണ്ട കൂടിയാലോചന ഉണ്ടാവണം, ദേശീയ നേതൃത്വവുമായിട്ടുള്ള ഒരു കൺസൾട്ടിങ് നടക്കണം, അതെടുക്കുക എന്ന സമയം എടുത്തിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? മുൻകൂർ ഞാൻ മനസ്സിലാക്കുന്നത് മുൻകൂർ ജാമ്യ അപേക്ഷയുമായി കണക്ട് ചെയ്തിട്ട് കോൺഗ്രസിന്റെ നിലപാടിനെ നിങ്ങൾ ആ തരത്തിൽ അതിനെ ചർച്ച ചെയ്യേണ്ട. കോൺഗ്രസ് ഉയർന്നു വരുന്ന പരാതികൾ, കൂടുതൽ പരാതികൾ വരുമ്പോൾ കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ധാരണ ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ കൈരളി ചാനലാണ് പങ്കെടുക്കുന്നത്. കൈരളി ചാനലിന്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളോട് ഒന്നും തന്നെ സജീഷിനോ ലാൽകുമാറിനോ പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം അവർ ഈ വിഷയത്തിൽ ഒന്നും ഒരു നടപടി സ്വീകരിക്കാത്ത ആൾക്കാരാണ്. ഞാൻ എത്ര പേരുകൾ ഇപ്പൊ പറഞ്ഞു. അല്ല, അസിത ആനി രാജ CPIയുടെ ദേശീയ നേതാവല്ലേ, മുകേഷ് MLA സ്ഥാനത്ത് തുടരുതെന്ന് പറഞ്ഞ വനിതാ നേതാവല്ലേ. നിങ്ങൾ അവരുടെ ഒരു വനിതയുടെ വാക്കിന് നിങ്ങൾ എന്ത് വില ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം പാർട്ടിക്കകത്തില്ല, അദ്ദേഹം കോൺഗ്രസിന്റെ MLA അല്ല. പിന്നെ ആരാണ് ജയിപ്പിച്ചത്? CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് മുകേഷ് MLA. അദ്ദേഹം ഇപ്പോഴും രാഹുൽ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ആരാണ് ജയിപ്പിച്ചത്? രോഹിത്. ഇത് മത്സരിപ്പിക്കുമ്പോഴേ ഇതൊക്കെ ഷാഫിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. അത് കണ്ടിരുന്നോ? എന്ത് വെളിപ്പെടുത്തല്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ന് പറഞ്ഞത്. അത് മത്സരിപ്പിക്കുമ്പോൾ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്ന സമയത്തെ പറഞ്ഞിരുന്നു അത്രേ ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന്. ഷാഫി മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, അത് ഷാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്റെ മുന്നിൽ പരാതി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതി എന്റെ പക്കൽ വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ പരാതിയോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു സ്ത്രീ അല്ലേ? അവരെ നിങ്ങൾ അവിശ്വസിക്കുകയാണോ? അപ്പോൾ ഇതിനകത്ത് റിട്ടൺ ആയിട്ട് ഒരു പരാതി ഉണ്ട് എന്ന് അന്നത്തെ സമയത്ത് ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളതെന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എന്റെ ശ്രദ്ധയിൽ ആ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നതിന് മറുപടിയായിട്ട് ഞാൻ ഒന്നുകൂടി ഇടപെടുന്നു. അപ്പോഴും കോൺഗ്രസിന്റെ നിലപാട് മാറി. അല്പം മുമ്പ് രോഹിത് പറഞ്ഞു റിട്ടൺ കംപ്ലൈന്റ് ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നിലപാടെടുത്തു. ഇപ്പോൾ പറയുന്നു റിട്ടൺ കംപ്ലൈന്റ് ഇല്ലാത്തത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫി നിലപാടെടുത്തില്ല. ഏതാണ് ശരി? അങ്ങനെ പറയല്ലേ. ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതി ആ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതി വന്നിട്ടില്ല, അതിന് തന്നെയാണ് വാചകം. അന്ന് ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. വളരെ കൃത്യമല്ലേ?
ശരി ഞാൻ മടങ്ങി വരാം രോഹിത്. എസ് കെ സജീഷ്, ഇതാ അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലിനെ പുറത്താക്കുമ്പോൾ വീണ്ടും പടുകിത്തേഞ്ഞ അതേ ആയുധങ്ങളാണ് രോഹിത് ആവർത്തിക്കുന്നത്. അതിൽ എസ് കെ സജീഷിന് മറുപടി പറയാൻ സാധിക്കില്ല എന്ന് രോഹിത് വെല്ലുവിളിച്ചതുകൊണ്ട് ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് ഒന്ന് കൈമാറുന്നു. എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ പഴകിപ്പോയ കാര്യങ്ങളായി മാറുന്നത്? ഇങ്ങനെ വൺ സൈഡ് ആയിട്ട് നിങ്ങൾ ചർച്ച നടത്തണ്ടേ? അല്ല രോഹിത്, അല്ല പ്രശ്നം ആദ്യം മുതൽ ഇത് തന്നെ പറയുന്നല്ലോ, എല്ലാ ദിവസവും വാസ്തവത്തിൽ മറുപടി പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. പറഞ്ഞോളൂ സജീഷ്. അല്ല, ഒരു കാര്യം, രോഹിത്തോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ ആരോ മറ്റെന്തെങ്കിലും കാര്യം വെച്ച് സമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിലപ്പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ അവരുടെ MLA-മാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ വിൽസൻ്റെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, വിൽസൻ്റെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ, ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. എന്താ അവരുടെ സമീപനം? ജയിലിൽ കിടന്ന ഒരാളാണല്ലോ വിൽസൻ്റെ MLA. അദ്ദേഹത്തോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? എൽദോസ് കുന്നപ്പള്ളിയോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? പെട്ടെന്നുണ്ടായ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ അധിക കാലപ്പഴക്കമില്ലാത്ത സംഭവങ്ങളാണല്ലോ ഈ കാര്യങ്ങളെല്ലാം. ഇരകൾ നേരിട്ട് വന്ന കാര്യങ്ങളുമാണല്ലോ. ആ കാര്യത്തിൽ എന്തായിരുന്നു സമീപനം? ആ കാര്യത്തിൽ സ്വീകരിച്ച അതേ സമീപനം തന്നെ ഈ കാര്യത്തിലും കുറച്ചുകൂടി വിപുലമായി സ്വീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. അതിനുവേണ്ടി മുകേഷിൻ്റെ കാര്യം പറയുകയാണ്. മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നമ്മൾ കാണേണ്ടത് 2010-11 കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ മുകേഷ് MLA അല്ല, രാഷ്ട്രീയ രംഗത്തില്ല, ഒന്നുമില്ല. ആ ഘട്ടത്തിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് താൻ ഇടപെടുകയും അതിൻ്റെ ഭാഗമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവർ പറയുകയും ചെയ്തു. അത് ഒരാൾക്കെതിരെയല്ല, 7ഓളം പേർക്കെതിരെ, നടന്മാർക്കെതിരായിട്ടുള്ള അത്തരം ആരോപണം വന്നു. ഇതിലെല്ലാവർക്കും തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല നമ്മളതിൽ കാണേണ്ടത് ഏതാണ്ട് ഒരു 2010-11 എന്ന് പറയുമ്പോൾ ഒരു പതിറ്റാണ്ട് മുമ്പേ നടന്നു എന്ന് പറയുന്ന സംഭവമാണ്. ഒരു പതിറ്റാണ്ട് മുമ്പേ, ഒരു 10 വർഷങ്ങൾക്കൊക്കെ അപ്പുറമുള്ള സംഭവമാണ് അന്ന് വരുന്നത്. അതിൽ കോടതി ഉൾപ്പെടെ ജാമ്യം തരുന്ന സാഹചര്യം ഉൾപ്പെടെ വന്നു. മാത്രവുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയുമായിരുന്നു. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി, ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തു എന്നതുൾപ്പെടെയുള്ള കേസിൽ അവരുടെ പേരിൽ FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അതിനകത്ത് ഈ മുകേഷുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഇവിടെ യാതൊരു തർക്കവും വരുന്നില്ല. ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ച കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ജാമ്യം എല്ലാവർക്കും ലഭിച്ചതാണ്. അതൊരു പതിറ്റാണ്ട് മുമ്പേയുള്ള കാര്യമാണ്. MLA ആകുന്ന ഘട്ടത്തിലല്ല, MLA എന്ന പദം ദുരുപയോഗം ചെയ്തിട്ടല്ല, രാഷ്ട്രീയ പദവികൾ ദുരുപയോഗം ചെയ്തിട്ടല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട്. അത് എങ്ങനെയാണ് ആ കേസ് പോയത് എന്നും അതിൻ്റെ ഒടുവിലത്തെ സ്ഥിതി എന്താണ് എന്നും അവർ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നവർ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയ സംസാരത്തിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കെല്ലാം ബോധ്യമാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഏറ്റവും ക്രിമിനൽ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഒരു മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാവുമെന്ന് എനിക്കറിയില്ല. ആ നിലയിൽ പ്രവർത്തിച്ച ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് കോൺഗ്രസ് എങ്കിൽ നിങ്ങൾ ആദ്യം നിലപാട് സ്വീകരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും അതുപോലെ തന്നെ വിൻസെൻറ്റും എല്ലാം എതിരായിട്ടായിരുന്നല്ലോ. അവിടെ നിങ്ങളാരെയും കണ്ടിട്ടില്ലല്ലോ. ഈ പറഞ്ഞ ധാർമ്മികത ഇന്നലെ പൊട്ടിമുളച്ചതാണ്. അപ്പോൾ ധാർമ്മികത പൊട്ടിമുളച്ചതല്ല, പ്രശ്നം അവസാനം വരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് മുൻകൂർ ജാമ്യം തള്ളുന്നത് വരെ ശ്രമിച്ചു. എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത്തരം ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കരുത് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച MA ഷഹനാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷാഫി പറമ്പിലിനോട് പറഞ്ഞു. അവർ പരാതിപ്പെട്ടു. അവർ തന്നെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു. എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് പലതായ വിഷയങ്ങളിൽ. അവരെ ഇപ്പോൾ പറഞ്ഞ് ക്രിമിനൽ സ്വഭാവമുള്ളതല്ല എന്നാണ്. ഒരു സ്ത്രീയോട് പല രീതിയിലും പെരുമാറുന്നത്, അവരെ റൂമിലേക്ക് വിളിക്കുന്നതും മറ്റു രീതിയിൽ എന്തെല്ലാം രീതിയിൽ പെരുമാറുന്ന ക്രിമിനൽ സ്വഭാവമുണ്ട്. ഈ ക്രിമിനൽ സ്വഭാവമൊന്നും ഇവർക്ക് മനസ്സിലായില്ലേ? ആ ക്രിമിനൽ സ്വഭാവമുള്ള പരാതികൾ തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത്. മനോരമ ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്നൊരു മാധ്യമമാണല്ലോ. അതിൻ്റെ വീക്ക് എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഒരു MP-യുടെ മകൾ AICC-ക്ക് പരാതി കൊടുത്തു, തന്നെ ശാരീരികമായി ഈ തരത്തിലെല്ലാം ഉപദ്രവിച്ചു എന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. വീക്ക് എന്ന് പറയുന്ന മനോരമയുടെ പ്രസിദ്ധീകരണമാണല്ലോ അത് പ്രസിദ്ധപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? AICC-ക്ക് എത്ര പരാതി വന്നിട്ടുണ്ട്? ഇതൊന്നും ക്രിമിനൽ സ്വഭാവമുള്ള പരാതിയല്ലേ? ഈ ഇര തന്നെ പരാതി 28/11 പരാതി കൊടുത്തല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന്? ആ പരാതി കിട്ടിയിട്ടില്ല എന്നല്ലേ ഇതുവരെ പറഞ്ഞത്? ഇപ്പോഴല്ലേ പരാതി കിട്ടിയെന്ന് മാധ്യമങ്ങൾ വന്നപ്പോഴല്ലേ സമ്മതിക്കുന്നത്? നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? പരാതി കിട്ടിയിട്ട്, രണ്ടാമത്തെ ഇരയുടെ പരാതി കിട്ടിയിട്ടും എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ ഈ പരാതി മാധ്യമങ്ങൾക്ക് കൂടി ഞാൻ അറിയിക്കുന്നു എന്ന് വന്നപ്പോൾ അത് പുറത്തു പറയാതിരിക്കാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രമല്ലേ അത് പോലീസിന് കൈമാറിയത്?
അല്ലെങ്കിൽ കൈമാറുമായിരുന്നു. ഇപ്പോഴും ഒരു ഡസനിലേറെ പരാതി KPCCയുടെയും AICCയുടെയും മുന്നിൽ നിൽക്കുകയാണല്ലോ. ആ പരാതികളെക്കുറിച്ച് പറയാൻ നിങ്ങൾ പുറത്താക്കിയ ആളല്ലേ? ആ പുറത്താക്കിയ ആൾക്കെതിരായി ഞങ്ങൾക്ക് ഇത്ര പരാതി ലഭിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വീക്കിലുൾപ്പെടെ മനോരമയിലുൾപ്പെടെ വന്ന ആ പരാതിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? ആ പരാതി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് ക്രിമിനൽ സ്വഭാവമുള്ള പരാതിയല്ലേ? ക്രിമിനൽ സ്വഭാവമുള്ള പരാതി തന്നെയാണല്ലോ ആ കിട്ടിയത്. ആ സമയത്ത് നിങ്ങൾ നിലപാട് സ്വീകരിച്ചോ? ആ സമയത്തൊന്നും നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഒരിക്കലും നിലപാട് സ്വീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, സ്വച്ഛന്ത സ്വൈര്യവിഹാരത്തിന് നിങ്ങൾ ഈ ചങ്ങാതിയെ നിങ്ങൾ വിട്ടില്ലേ? നിങ്ങൾ വിട്ടല്ലോ. നിങ്ങൾ വിട്ട എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിങ്ങൾ പുറത്താക്കിയ ഒരാൾ, സസ്പെൻഷനിലാക്കിയ ഒരാൾ ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയല്ല, നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇങ്ങനെ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകരുത്, യോഗങ്ങളിൽ സംസാരിക്കരുത്, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കരുത്. ഒരു ഡസനിലേറെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കക്ഷിയുടെ പൊട്ടി പിടിച്ച ആളുകളുടെയും വളയം പിടിച്ച ആളുകളിലും എല്ലാം സ്ഥാനാർത്ഥികളാണ്. ആ നിലയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലേ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അധികാരം മുഴുവൻ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൈവെള്ളയിലിട്ട് അമ്മാനമാടിയിട്ടില്ലേ? ആ സമയത്തെല്ലാം ഇവരെ ഭയന്നിട്ടാണോ, അല്ലെങ്കിൽ ഇവരെ എതിർത്താൽ തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടാണോ? പറഞ്ഞവരെയെല്ലാം നിങ്ങൾ ഒതുക്കുകയല്ലേ? ഉമാ തോമസ് എന്ന് പറയുന്ന മാന്യമായ സമീപനം സ്വീകരിച്ച നിങ്ങളുടെ MLAയോട് ഈ സൈബർ കൂട്ടം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഈ കൂട്ടം അന്ന് അപകടത്തിൽപ്പെട്ടങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ടില്ലേ? KC വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്ക് പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നിട്ടില്ലേ? അപ്പോൾ എന്താണ് നിലപാട് സ്വീകരിച്ചത്? AICC ജനറൽ സെക്രട്ടറി അല്ലേ? സംഘടനാ ചുമതലയുള്ള ആളല്ലേ? അപ്പോൾ നടപടി സ്വീകരിക്കണ്ടേ? നടപടി സ്വീകരിച്ചോ? ഒരിടത്തും നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു നടപടിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് പോയിട്ടില്ല എന്ന് നമ്മൾ കാണുകയല്ലേ? എത്ര പേർ കോൺഗ്രസിനകത്തുള്ള വനിതകൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൂട്ടത്തിൻ്റെ ഭാഗമായി നവമാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നില്ലേ? ആർക്കെങ്കിലും എതിരെ ഒരു നിലപാട് സ്വീകരിച്ചോ? ഒരു നിലപാടും സ്വീകരിക്കാതെ മറ്റേതെങ്കിലും സംഭവങ്ങളെ വെച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമീകരിച്ച് കളയാം എന്നാണോ കരുതുന്നത്? ഇത് മറ്റേതെങ്കിലും ഇപ്പോൾ 20 വർഷം ശിക്ഷിക്കപ്പെട്ടയാൾ എന്നാ പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കേസുകളാണ്. ഇതുപോലെയുള്ള കേസുകളല്ലല്ലോ അത്തരം കേസുകളെല്ലാം. അത്തരം കേസുകൾ നിങ്ങൾ ഓരോരുത്തരുടെയും പേരുണ്ടാവില്ലേ? പോലീസുമായിട്ടുള്ള ലാത്തിച്ചാർജ് അല്ലെങ്കിൽ മറ്റ് കേസ്, സമരങ്ങൾ, ഇതെല്ലാം ഉണ്ടാവില്ലേ? അത്തരം കേസുകൾ പോലെയാണോ ഈ കേസിനെ കാണുന്നത്? CPIയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്നത് ഇതുപോലെയുള്ളൊരു കേസിലാണോ? സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന കള്ളക്കേസുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പോലീസുമായിട്ടുള്ള സമരങ്ങൾ, മറ്റു പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? ഇതുമായിട്ട് സമീകരിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം വെച്ചാണ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ഇന്നും വന്ന് ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഈ ഉദാഹരണങ്ങൾ എടുത്തു വെക്കുന്നത്? ആ ഉദാഹരണങ്ങളൊന്നും ഇവിടെ ചേരില്ല സുഹൃത്തെ. ഇവിടെ ചേരാത്ത നിലയിൽ കേരളീയ സമൂഹം ഇതുവരെ കാണാത്ത നിലയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി അല്ലേ മലപ്പുറത്ത് ഒരു സുജിത എന്ന് പറയുന്ന സ്ത്രീയെ ഇതുപോലെ കൊല ചെയ്തിട്ട് കോഴിക്കൂട്ടിൻ്റെ അടിയിൽ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിട്ട് കേരളത്തിലെ പോലീസ് പ്രതികളെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാർച്ച് നടത്തിയില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക്? ആ മാർച്ചിൻ്റെ സ്വാഗതം പറയുന്ന ചുമതല ഇദ്ദേഹത്തിനായിരുന്നില്ലേ? എന്നിട്ടാണല്ലോ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും മറച്ചു വെക്കുന്നതും എല്ലാം വേറെയാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞങ്ങളെന്തോ മാന്യന്മാർ എന്ന് പറഞ്ഞു വന്നാൽ അതിനെയൊക്കെ കേരളം അംഗീകരിക്കും എന്ന് കരുതുന്നുണ്ടോ? നിങ്ങളുടെ സംഘടനയെ നിയന്ത്രിച്ച, രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച, കേരളത്തിലെല്ലാവരെയും അപമാനിച്ച, കേരളത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായി നിങ്ങൾ മുന്നിൽ വെച്ച, കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരാൾ, ആ ആളെക്കുറിച്ചാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സമൂഹത്തിൽ രൂപപ്പെട്ടത്. അത് സമൂഹത്തിൻ്റെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. ആ തെളിവിൻ്റെ ഘട്ടത്തിൽ പോലും ഇതാ കോടതി അടച്ചിട്ട മുറിയിലായിരിക്കണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കേരളം കേട്ട എല്ലാ വോയിസ് ക്ലിപ്പുകളും തൻ്റെതാണ് എന്ന് സമ്മതിക്കുമ്പോൾ അന്ന് പുറത്താക്കണ്ടേ? ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ പുറത്താക്കണം എന്ന് തോന്നിയില്ലേ? എന്തേ തോന്നാതിരുന്നത്? ഇപ്പോൾ ആണോ തോന്നിയത്? അപ്പം നിങ്ങൾ അവസാന നിമിഷം വരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളുടേതായ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. അതിന് നിങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണഘടനയെപ്പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചു. അതാണ് നിങ്ങളുടെ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടി. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു കാലയളവ് ഉണ്ടാവണം. ആ കാലയളവിൽ 1 മാസത്തിലധികം തീർപ്പുണ്ടാവണം. തീർപ്പുണ്ടായിട്ടില്ലെങ്കിൽ എന്താണ് ആ സസ്പെൻഷൻ നിലനിൽക്കില്ല. ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ്. സ്ഥാനമാനങ്ങൾ ചോദിച്ച് തിരികെ വാങ്ങണം. ഇതെല്ലാം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭരണഘടന മുഴുവൻ
ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാൽച്ചുവട്ടിൽ വെച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയാണ് എന്ന് പറയണ്ടേ കോൺഗ്രസ്? തീർച്ചയായും അത് പറയലാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള ആവശ്യം. മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളെ എടുത്തു വെച്ച് മറുപടി പറയലല്ല. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, നോക്കൂ, ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതിയും ഷാഫിയുടെ മുന്നിൽ വരാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും സംരക്ഷിച്ചത്. പാലക്കാടിനുള്ള സമ്മാനം എന്ന മാധ്യമങ്ങളോടക്കം പറഞ്ഞത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മുന്നറിയിപ്പെങ്കിലും ഷാഫിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇത് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് രോഹിത് പറയുന്നത്. മാത്രമല്ല, നമ്മളിവിടെ KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ ടി സിദ്ദിഖിന്റെ ഭാര്യ ഇന്ന് മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകൾ എന്ന നിലയിൽ കാണുന്നത് KC വേണുഗോപാലിന്റെ ഭാര്യ അതൊരു മലയാളത്തിലിട്ട പോസ്റ്റ് ആയതുകൊണ്ട് അവർക്കത് പിൻവലിക്കേണ്ടി വന്നു. ടി സിദ്ദിഖിന്റെ ഭാര്യ പക്ഷേ ഒരു കവിതയായി അത് എഴുതിയത് കൊണ്ട് ഇക്കൂട്ടർക്ക് അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് ലാൽകുമാർ. ഞാൻ അതുകൂടി താങ്കളോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് പ്രത്യേകിച്ച് അതിന് പ്രത്യേകതയുണ്ട്. കാര്യം വെച്ചാൽ എന്നറിയോ, ഈ കവിത ലീഗുകാർക്ക് മനസ്സിലാകത്തില്ല. കാര്യം ഇതൊരു പകുതി തെറി വിളിക്കുന്ന ലീഗുകാരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ലീഗുകാർക്ക് നേരം വെളുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഇങ്ങനെയുള്ള വെട്ടിക്കിളി കൂട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇടപെടുന്നത്. ഇവിടെ വന്ന 1-2 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഒളിച്ചുകൊണ്ട കാര്യമില്ലല്ലോ. ഒന്ന്, ഇവിടുത്തെ റേപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളിൽ എന്ത് നിലപാടെടുത്തു, അത് ഞാൻ ഏതാണ്ട് അക്ഷന്തീയമായ തെറ്റ് ചെയ്ത പോലെയാണ് പറയുന്നത് കേട്ടു. ഇപ്പം ഞാൻ പോയി ഒരാളെ പീഡിപ്പിച്ചിട്ട് അവർക്ക് ഗർഭിണിയായി, അത് കഴിഞ്ഞ് ഞാൻ അവരെ പറ്റിച്ച രീതിയിലാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ കൂട്ടത്തിൽ പോയപ്പെട്ട ഒരാൾ പോയി ഓടി നടന്ന് പീഡിപ്പിക്കുകയും ആ പെമ്പിള്ളാരെ പറ്റിക്കുകയും ഗർഭിണിയാക്കുകയും ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് നിങ്ങളുടെ തന്നെ ഡോക്ടർമാർ, KPCCയുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഡോക്ടർമാർ തീരുമാനമെടുത്ത് അവർ മരണത്തിൻ്റെ വക്കിലേക്ക് പോയി 3 വട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യം വന്നിട്ട് തിരിച്ചു വരുന്നൊരു കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പരാതിക്കാരിയായപ്പോൾ അവരെ ഓടിച്ചിട്ട് ഇടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ഞാൻ ആ കമ്പാരിസൺ പറയാം. നോക്കൂ, ഓരോ വിഷയങ്ങൾക്കകത്ത് ഓരോന്നിനും മെറിറ്റുണ്ട്. ഇപ്പം എൽദോസിൻ്റെ കേസ് എടുക്കുക, വിൻസെൻറ്റിൻ്റെ കേസ് എടുക്കുക. എനിക്ക് ലെഫ്റ്റിലോട്ട് നിൽക്കുന്നതിനകത്തൊരു ചായ ഉണ്ടെന്നുള്ളതല്ലേ പറഞ്ഞു, ഉറപ്പായിട്ടും ഉണ്ടാവും. എനിക്ക് കക്ഷി രാഷ്ട്രീയം ഉള്ള ഒരാളാണ്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എൽദോസ് അല്ലെങ്കിൽ വിൻസെൻറ്റ്, ഈ 2 കേസ് ഇത് തന്നെയാണല്ലോ, അതിന് മാറ്റമില്ലല്ലോ. ആ കേസിൽ ഇവർ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയുകയോ സസ്പെൻഷൻ കൊടുക്കുകയോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇവരെ 2 പേരെയും പുറത്താക്കാനോ എന്തുകൊണ്ട് കോൺഗ്രസ് ചിന്തിച്ചില്ല? കോൺഗ്രസ് എന്താ അങ്ങനെ ചിന്തിക്കാഞ്ഞേ? അതേ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന് പറഞ്ഞല്ലോ. ഇവർ തന്നെയാണല്ലോ ഇതിനെ സമീകരിക്കുന്നത്, അല്ലേ? ഈ സമീകരണം ശരിയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഇവരെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ഇതാണ് സത്യം. ഈ വിഷയവുമായിട്ട് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ എടുക്കുക. ഗോവിന്ദമാഷ് ആദ്യം പറഞ്ഞത് എന്താണ്? ഗോവിന്ദമാഷ് സത്യത്തിൽ MLA സ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ലൈറ്റായിട്ടാണ് പറഞ്ഞത്. കാര്യം ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് സംസ്ഥാനത്തുള്ള ആൾക്കാർ മാത്രം, ഗോവിന്ദമാഷ് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആവശ്യപ്പെടുകയാണ് രാജിവെക്കണമെന്ന്. ഉമാ തോമസ് MLA ആണ് പറയുന്നത് രാജിവെക്കണമെന്ന്. ഇയാൾ ഇതിനു മുമ്പ് ഉമാ തോമസ് പറഞ്ഞിട്ടുണ്ടോ വിൻസെന്റ് രാജിവെക്കണമെന്ന്? ഉമാ തോമസ് പറഞ്ഞിട്ടുണ്ടോ എൽദോസ് രാജിവെക്കണമെന്ന്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ കുഴപ്പമാണോ? അതിനൊറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങളുടെ ആൾ പീഡിപ്പിക്കാൻ പോകരുതായിരുന്നു. ഇതാണ് സത്യം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യം, എന്നോട് എതിർത്തിട്ടുള്ള കാര്യമുണ്ടോ? ഇതാണ് സത്യം. ഉണ്ണിത്താൻ പറഞ്ഞ എന്താ? ഈ ധാരണകളെക്കുറിച്ച് ഉണ്ണിത്താൻ പറഞ്ഞ എന്നാ? ഉണ്ണിത്താനെ സൈബർ അറ്റാക്ക് നടത്തിയപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, 2 പ്രാവശ്യം MP ആളാണ്. ഞാൻ ഇവൻ്റെ ചരിത്രം വിളിച്ചു പറയും, എൻ്റെ അടുക്കെ വിളച്ചിൽ കാണിക്കരുത്. കാര്യം ഉണ്ണിത്താൻ പറയും, ഉണ്ണിത്താൻ ശക്തിയുള്ള ഒരാളാണ്. ഒറ്റയടിക്ക് സൈബർ അറ്റാക്ക് നിന്നു. അതിൻ്റെ അർത്ഥം എന്താ സിത? എന്നെ കേൾക്കുന്ന ഒരാലോചിക്കേണ്ട കാര്യമാണ്. ഒറ്റയടിക്ക് ഉണ്ണിത്താൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന്, ഈ സൈബർ അറ്റാക്ക് ഉണ്ണിത്താനെതിരെ നിൽക്കണമെങ്കിൽ ഇത് കേന്ദ്രീകരിച്ച് നടന്നൊരു സാധനം ഒന്നല്ലേ, ഒറ്റ സെൻറ്ററിൽ നിന്ന് വരുന്ന മെസ്സേജാണെന്ന് ഉറപ്പല്ലേ അത്? ആ ഡയറക്ഷൻ വേണ്ട. ഇനി അതേ പണിയായിരിക്കുന്ന നല്ലത്. വേറെ കാര്യങ്ങൾ വരാനുണ്ട്. എൻ്റെ അസീത, ഇത് ഒരു ലോഡ് കാര്യങ്ങളുണ്ട്. ഇപ്പം കോൺഗ്രസ് എന്തിനാ, ഇപ്പോഴെങ്കിലും കോൺഗ്രസ് പുറത്താക്കി എന്തിനാണെന്നറിയോ? ഇനിയും വരാനുണ്ട് വേറെ. ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇനിയിപ്പം നാളെ തൊട്ട് പറയാമല്ലോ ഞാൻ കോൺഗ്രസ് അല്ലെന്ന്. കോൺഗ്രസ് ആയിട്ട് ഇരുന്നപ്പം, MLA ആയിട്ടിരുന്നപ്പം ആ അധികാരം ഉപയോഗിച്ച് പീഡിപ്പിച്ചതിൻ്റെ കഥയാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ ഒഴിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നേ? നിങ്ങൾ എടുത്ത ഒരാളെ, നിങ്ങൾ എടുത്തു വെച്ച ഒരാളെ, നിങ്ങൾ ജയിപ്പിച്ച ഒരാളെ, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാളെ, നിങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാ എതിർപ്പുകളും കളഞ്ഞുകൊണ്ട് നിങ്ങൾ അടൂരിൽ നിന്ന് പാലക്കാടിലേക്ക് ഒരാളെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് ജയിപ്പിച്ച്
എടുത്ത അധികാരത്തിൽ ഇരിക്കുമ്പം എക്സസൈസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നൊരു കാര്യം നമ്മൾ പറയുന്നത്. കൊഹിഷൻ എന്നുള്ള വാക്ക് പറയുന്നത് എന്താ? പവർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആ റേപ്പിന്റെ ഡെഫിനേഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ചെയ്തതിനെ കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിന് കൈയൊഴിഞ്ഞാൽ നിങ്ങൾ കൈയൊഴി പുറത്താക്കിയത് നല്ല കാര്യം തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം മറ്റൊരു കാര്യവുമായിട്ട് ഇതിനെ കൊണ്ടുവന്ന് അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന മുകേഷിനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ പറയുന്നത് ഞങ്ങളെ അങ്ങ് വിടുക. നിങ്ങളുടെ കാര്യമായിട്ട് നിക്വേറ്റ് ചെയ്യും. എൽദോസും ആ വിൻസെന്റുമായിട്ടുള്ള കേസുമായിട്ട് നിങ്ങൾ നിക്വേറ്റ് ചെയ്ത് ഒന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളുടെ പൊസിഷൻ ഇൻകൺസിസ്റ്റന്റാ. അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞെന്താ? അടൂർ പ്രകാശ് ഒരു മിനിറ്റ് ലാൽ. രോഹിത്, താങ്കൾ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് അവർക്ക് പറയാനുള്ള കാര്യമാണ് പറഞ്ഞത്. രോഹിത്, അതിലൊരു മറുപടി ഉണ്ടോ? അല്ല, ഈ കേരളത്തിലെ ഇപ്പൊ പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിലെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കേരളീയ പൊതുസമൂഹത്തിന് അതുമായി ബന്ധപ്പെട്ട് നല്ല ധാരണയുണ്ട്. അതിനി ഇവരെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും സമീകരിക്കരുത് എന്ന് 100 വട്ടം പറഞ്ഞാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം, ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, CPM എന്താണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഞാനത് ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് ഇവര് നടപടി എടുക്കാത്തതുകൊണ്ടാണ്. P. ശശിക്കെതിരെ പാർട്ടിക്കകത്ത് പരാതിയുണ്ട്. ഈ പരാതിയുള്ള അദ്ദേഹം ഞാൻ പറയട്ടെ, എങ്ങനെ ഏത് കാര്യത്തിൽ? അല്ല, ഇപ്പോൾ രോഹിത് പറഞ്ഞത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ അല്ലെങ്കിൽ പരാതികളിൽ കോൺഗ്രസിന്റെ ധീരമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതല്ലേ ജനത അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതേ നിലപാട് എൽദോസിന്റെ കാര്യത്തിലും വിൻസെന്റിന്റെ കാര്യത്തിലും എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ചോദിക്കണമെങ്കിൽ ധാർമ്മികപരമായിട്ട് ഞങ്ങളുടെ പക്ഷം ശരിയാണെന്ന് ഇവർക്കും കൂടി ബോധ്യം വരണ്ടേ. ശശിയെ പിടിച്ച് CM-ന്റെ ഓഫീസിനകത്ത് ഇരിക്കണോണ്ട് ഒരു പ്രശ്നമില്ല. PK ശശിയെ പിടിച്ച് KTDC-യുടെ ചെയർമാനാക്കി ഇരുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകള് ഞങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ ധാർമ്മികമായിട്ട് ശരിയാണെന്നെങ്കിൽ തെളിയിക്കണ്ടേ. ഞങ്ങളുടെ പക്ഷത്ത് മുകേഷ് MLA-ക്കെതിരെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് 10 വർഷക്കാലം മുമ്പേ നടന്ന ഒരു കാര്യമാണ്. MLA ആയതിനു ശേഷം ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ബോധ്യമില്ല. എന്ത് വാദായത്? 10 വർഷക്കാലം മുമ്പ് ഒരാൾ തെറ്റ് ചെയ്തു, ഞങ്ങളെ കൂടെ വന്ന് MLA ആയി, അതുകൊണ്ട് 10 വർഷക്കാലം നടന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആരും ഉത്തരവാദിത്വം ഇല്ല പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂ? എടുത്തിട്ടുണ്ടാകണം, അല്ലാതെ പറയാൻ പാടില്ല. രോഹിത്, നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് നിങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെയും M. വിൻസെന്റിന്റെയും കേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു കേസാണ്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലേക്ക് PK ശശിയുടെയോ അതുപോലെ തന്നെ P. ശശിയുടെയോ M. മുകേഷിന്റെയോ തരത്തിൽ അതിനെ സമീകരിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമാണ്. അതെ, അപ്പോൾ ചില കേസുകൾക്ക് സമീകരണമില്ലെന്ന് രോഹിത് തന്നെ സമ്മതിച്ചല്ലോ. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കേസുമായി സമീകരിക്കാൻ കഴിയാത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ്. അതുകൊണ്ടാണ് മറ്റ് വിഷയങ്ങൾ എടുത്ത് സമീകരിക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ രോഹിത്തിന് അത് മനസ്സിലായല്ലോ, അത്രയും മതി. അത് ചർച്ച ഗുണം ചെയ്തു എന്ന് കരുതുന്നു. അല്ലല്ല അസിത അങ്ങനെ പറഞ്ഞു പോണ്ട. എന്റെ നിലപാട് വളരെ കൃത്യമാണ്. ധാർമ്മികപരമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാനുള്ള അവകാശം ഏതായാലും CPM-നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം വിഷയം ഉയർന്നു വരുമ്പോൾ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിൻസെന്റിന്റെ കാര്യമാണെങ്കിലും അതുപോലൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വളരെ കൃത്യമാണ്. വ്യക്തിപരമായിട്ടുള്ള അവർ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കേസിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന ശശിക്കുണ്ടായതുപോലെയുള്ള പാർട്ടിക്കകത്ത് വന്ന പരാതിയാണ്. പാർട്ടി പ്രവർത്തകർക്കെതിരെ ഉണ്ടായിരിക്കുന്ന അക്രമമാണ്. അതുപോലെ തന്നെ PK ശശി വന്നിരിക്കുന്ന ഗൗരവമായിട്ടുള്ള അവർക്കെതിരെയുള്ള ആരോപണമാണ്. ആ വിഷയത്തൊക്കെ ഇവർ കണ്ടത് എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ അന്വേഷണ കമ്മീഷൻ വെച്ചുകൊണ്ട് പറഞ്ഞു വിട്ടു. കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്താ സ്വീകരിച്ചത്? പരാതി വന്നപ്പോൾ DGP-ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. CPM അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ CPM അവരോട് സ്വീകരിച്ചത് എന്താണ്? ഒരു ചോദ്യം കൂടി അതിൽ എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം എങ്കിൽ ലാൽ പറയൂ. ലാലിന്റെ സമയമാണ് എടുത്തത്. ശരി, ഞാൻ അതിൽ ആ ചോദ്യത്തിലേക്ക് വരാം. ലാലിന്റെ സമയമാണ് എടുത്തത്, പറഞ്ഞോളൂ. വരാം സജീഷ്, വരാം. ലാലിന്റെ സമയം എടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. ഞാനൊരു ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇന്നലെ വലിയൊരു നിലപാട് KPCC എടുത്തു എന്നാ പറയുന്നത്. ഞാൻ
KPCCക്ക് കൊടുത്ത പരാതി കണ്ടത് മാധ്യമങ്ങൾ വഴിയാ. വേറെ ചോയ്സ് ഇല്ല കോൺഗ്രസിന്, KPCCക്ക്. നിങ്ങൾക്ക് നോക്കൂ, മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ഈ പരാതി വന്ന ശേഷമാണ് നിങ്ങൾ KPCC DGPക്ക് പരാതി കൊടുത്തു എന്ന് വാർത്ത വരുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ സീലായി പോയി ആ വിഷയത്തിൽ. നിങ്ങളുടെ കയ്യിൽ എത്തിയ പരാതി നിങ്ങൾ DGPക്ക് കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു. ഞാൻ ഇല്ലെന്നല്ല പറയുന്നേ. പക്ഷേ ഞാൻ പറയട്ടെ ആ പരാതി ഞാൻ എവിടെയാ കണ്ടത്, അസിത എവിടെയാ കണ്ടത്? കാര്യം മാധ്യമ പ്രവർത്തകരുടെ ഈ പറയുന്ന ഓൺ എയർ ആണ് ഈ പരാതി കണ്ടത്. എന്റെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ അയച്ചു തന്നു ആൾക്കാര്. ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടി. ഇങ്ങനെ പൊതുവെ എന്റെ രോഹിത് മിണ്ടായി ഞാൻ പറയട്ടെ. ഒരു പരാതി, ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ ഇടയ്ക്ക് ഇടപെടാതെ പ്ലീസ്. നിങ്ങൾ ഒരു പരാതി KPCC പ്രസിഡന്റിന് ഇതുവരെ കിട്ടിയിരുന്നേ ഞാൻ മനത്തിയനെയും എന്ന് അത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ കയ്യിലേക്ക് ഒരു പരാതി എത്തുന്നു. ആ പരാതി ലോകം മൊത്തം കാണുന്നു. റിപ്പോർട്ടർ ചാനൽ, കൈരളി ചാനൽ, ലോകത്തുള്ള എല്ലാ ചാനലിൽ കൂടെ പുറത്തു വരുന്നു. അങ്ങനെ കിട്ടിയ പരാതി KPCC പ്രസിഡന്റിനെ അന്യ സംസ്ഥാനക്കാരി ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത സാധനം KPCC പ്രസിഡന്റ് പിന്നെ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? ലാൽകുമാർ, കമ്മ്യൂണിസ്റ്റുകാരനായ ലാൽകുമാർ KPCC പ്രസിഡന്റ് ആയിട്ടിരുന്നാലും DGP കൊടുക്കും, വേറെ മാർഗമില്ല. അതിപ്പം BJP-കാരനിരുന്നാലും DGP കൊടുക്കും. കാര്യം നിങ്ങൾ പെട്ടിരിക്കുക. കാര്യം നിങ്ങൾ ഓൾറെഡി നിലപാടെടുത്തു കഴിഞ്ഞു, ഞങ്ങളുടെ കിട്ടിയിരുന്നേ ഞങ്ങൾ മലത്തിയേനെന്ന്. ഇത് മാധ്യമങ്ങളോട് വെളിവിട്ടു. ഇന്നോ ഏതാണ്ട് KPCC പ്രസിഡന്റ് പരാതി എന്നിരിക്കുന്നു, ഗുരുതര ആരോപണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഊരാനുള്ള ഒറ്റ മാർഗ്ഗം അതുള്ളൂ. ഇത് ആരും അറിയാത്ത സാധനമായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കൈ വെച്ചേനെയും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, സജീഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 7 or 8 പരാതി ഇവരുടെ കയ്യിൽ ചെന്നിട്ട് അനങ്ങിയിട്ടില്ല. എന്റെ അസിത, ഇത് ഒരു ലോഡ് പരാതി ഇവരുടെ കയ്യിൽ ചെന്നിട്ടുണ്ട്. ഒരു ലോഡ് പരാതി. ആ പരാതിയിൽ ഒന്നും ആക്ട് ചെയ്തിട്ടില്ല. പരാതിയിലും ഈ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. സജീഷ് പറഞ്ഞോളൂ. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. സജീഷ് കൈ ഉയർത്തിയത് കണ്ടിരുന്നു. ആ കമന്റ് കൂടി എടുത്ത ശേഷം ഇടവേളയിലേക്ക് പോകാം. പറയൂ സജീഷ്. അല്ല, ഒറ്റ കാര്യം രോഹിത്തെ മനസ്സിലാക്കേണ്ടത്, നേരത്തെ മുകേഷിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. മുകേഷിനെതിരെ നേരത്തെ 7 നടന്മാർക്കെതിരെ വേറെയും പറഞ്ഞു. ആ കൂട്ടത്തിൽ പുറമെ ഒരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു. ആ രാഷ്ട്രീയക്കാരനെന്ന് പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ചെയർമാനും ഇപ്പോൾ നിങ്ങളുടെ KPCCയുടെ നിയമകാര്യ സെൽ ചെയർമാനുമായിട്ടുള്ള ചന്ദ്രശേഖരനെതിരായിട്ടാണ് ആ സ്ത്രീ മറ്റൊരു പരാതി കൊടുത്തത്. ആ പരാതിയിൽ പറയുന്നത് അവരെ വേറൊരാൾക്ക് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി റൂമിൽ അടച്ചിട്ടു, പുറത്തു നിന്ന് അതിനുള്ള സൗകര്യം കൂടി ഒരുക്കി എന്നുള്ള അതിഭീകരമായൊരു പരാതിയുള്ളത്. നിങ്ങൾ ആ പരാതി അറിഞ്ഞിട്ടില്ലേ? നടപടി സ്വീകരിച്ചോ? ഇപ്പോൾ അദ്ദേഹം സ്ഥാനത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലെല്ലാം കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്തായിരുന്നുവെന്നും എല്ലാ കാര്യവും നാട്ടിലെല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ ഇവിടെ ഇപ്പോഴും ഈ രാഹുലിനെ ന്യായീകരിക്കുന്ന നിലയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ എന്താണ് എന്നും എത്ര ജീർണിച്ചതാണ് കോൺഗ്രസ് എന്നും എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടുതൽ ജീർണതയിലേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങളിങ്ങനെ പലരെ പറ്റിയും വിളിച്ചു പറയുക എന്നല്ലാതെ അത്തരത്തിൽ ഒരു ഗുരുതരമായ ഒരു പ്രശ്നവും ഒരാൾക്കെതിരെയും നിയമത്തിൻ്റെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നിങ്ങൾ അതിനെല്ലാം വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രോഹിത്, KPCCക്ക് പരാതി കിട്ടിയ ഉടനെ കൈമാറി ധീരമായ നിലപാട് രോഹിത് ചർച്ചയിൽ പലതവണ ഉയർത്താൻ ശ്രമിച്ച പോയിന്റാണ്. ആ വിഷയത്തിൽ തന്നെ പൊള്ളത്തരം രണ്ട് തെളിവുകൾ, ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഞാൻ പറയാം രോഹിത്. ഒന്ന്, ഇപ്പോൾ ഈ DGPക്ക് മുന്നിലെത്തിയ ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ആ കേസുണ്ടല്ലോ, ആ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിനോടൊപ്പം തന്നെ KPCCക്കും പരാതി നൽകിയിരുന്നു. അന്ന് ഈ KPCC അധ്യക്ഷൻ മിണ്ടിയോ ആ പരാതിയെക്കുറിച്ച്? പൊതുസമൂഹത്തിൽ KPCCക്ക് മുൻപിൽ ഇങ്ങനെ ഒരു പരാതി വന്നെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതിന് പിന്നാലെ ആ പരാതി KPCCക്കും പോയിട്ടുണ്ട് എന്നുള്ള കോപ്പി തെളിവ് സഹിതം കൈരളി ന്യൂസ് പുറത്തുവിട്ടു. അതിന് പിന്നാലെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കിട്ടിയിരുന്നു, പക്ഷേ ഓൾറെഡി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാതിരുന്നത്, DGPക്ക് കൈമാറാതിരുന്നത്. അപ്പോൾ രോഹിത് പറഞ്ഞതുപോലെ വരുന്ന എല്ലാ പരാതിയും KPCC കൈമാറിയിട്ടില്ല. ഒന്നാമത്തെ ഉദാഹരണം. 2, ഇപ്പോൾ പിന്നീട് രോഹിത് പറഞ്ഞ രണ്ടാമത് KPCCക്ക് ലഭിച്ച പരാതി, ആ പരാതി രോഹിത് കൃത്യമായി വായിച്ചിട്ടുണ്ടെങ്കിൽ രോഹിത് വാദം പറയില്ല. കാരണം അതിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, മുൻപ് തന്നെ KPCCക്ക് മുൻപിൽ ഇത്തരം പരാതികൾ വന്നിട്ടും ഇതുവരെ പരാതി ഒന്നും വന്നിട്ടില്ല എന്ന് നേതാക്കൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ പരാതി അയക്കേണ്ടി വന്നത് എന്ന്. അപ്പോൾ രോഹിത് പറയുന്ന വാദം ശരിയാണെങ്കിൽ ആദ്യം ആ പെൺകുട്ടി അടക്കം അയച്ച പരാതി എവിടെ പോയി? അല്ല, ഇവിടെ വസ്തുതാപരമായിട്ട് ചില പെശകുകൾ ലാൽകുമാർ പറഞ്ഞ ഇതിലുണ്ട്. കാരണം
ഇവിടെ രണ്ടാമത്തെ പരാതി ഉയർന്നു വന്നപ്പോ അത് KPCCക്ക് ഔദ്യോഗികമായിട്ട് അതിൽ മെയിലായിട്ടാണ് പരാതി വന്നത്. ആ പരാതി വന്ന ഉടൻ തന്നെ KPCC പ്രസിഡന്റിന്റെ ഔദ്യോഗിക മെയിലിൽ നിന്ന് തന്നെ ഈ കുട്ടിക്ക് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പരാതി ഗൗരവത്തോടെ കാണുന്നു, ഇത് DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു, നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ പരാതി നേരെ DGPയിലേക്ക് കൊടുക്കുകയാണ്. അന്വേഷണ കമ്മീഷനിലേക്ക് കൊടുക്കുകയല്ല, അല്ലെങ്കിൽ പാർട്ടി കോടതിയിലേക്ക് കൊടുത്തിട്ടില്ല, നേരെ DGPയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കേസിന്റെ തുടക്കം നിങ്ങൾ പരിശോധിക്കേണ്ടത്, ഈ കേസിന്റെ റെനി ജോർജ് ആണ് ഇതിന്റെ ആദ്യത്തെ പേര് പറയാതെ പരാതി ഉന്നയിച്ചത്. അല്ല, പേര് പറയാം, ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. ഞാൻ അല്ലല്ല വഴങ്ങുന്നില്ല. അല്ല, ആദ്യം റെനി ജോർജ് പരാതി പറയുമ്പോൾ അതിനകത്ത് വ്യക്തിയുടെ പേര് പോലും ഇല്ല, ഒരു വാചകം മാത്രമാണ് പറഞ്ഞത്. ആ വാചകം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് മനസ്സിലായപ്പോ അദ്ദേഹത്തിന്റെ രാജി ഉടനടി ആവശ്യപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവാണ് വളരെ മുൻപേ റിനിയ പരാതി പറഞ്ഞു. അന്ന് ലാൽ പറഞ്ഞതുപോലെ പിതാവിന്റെ വാത്സല്യത്തോടു കൂടി അന്നേ അത് പരിഹരിച്ചു എന്ന് പറഞ്ഞത് പൊതുസമൂഹം അറിഞ്ഞില്ല. ഇതാ ഇപ്പോൾ രോഹിത് പറഞ്ഞ DGPക്ക് കൈമാറി എന്ന് പറയുന്ന അതേ പെൺകുട്ടി ആ പരാതിയിൽ പറയുന്നു, മുൻപും പറഞ്ഞിട്ടും, അതായത് നേതാക്കളുടെ മുന്നിൽ എത്തിയിട്ടും ഒരു പരാതിയും വന്നിട്ടില്ലെന്ന് നിങ്ങൾ ആവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരാതി പറയേണ്ടി വന്നതെന്ന്. അല്ലല്ല, ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും പരാതി വന്ന സമയത്തൊക്കെ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. അതിന്റെ ഭാഗമായിട്ടാണ് പേര് പറയാതെ, പരാതി ഇല്ലാതെ, കേസില്ലാത്ത ഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് ആരോപിക്കപ്പെട്ട ആളെ സസ്പെൻഡ് ചെയ്തത്. ഞാനിത് വീണ്ടും പറയുന്നത്, ഞങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ പ്രൊസീജിയർ ഉണ്ട്, അത് കൃത്യമാണ്. അത് പരാതി ഇല്ലാത്ത ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പൊ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ അത് DGPക്ക് ഫോർവേഡ് ചെയ്തു. പിന്നീട് കേസിന്റെ ഗൗരവം കൂടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇത് വേറൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതിനകത്ത് വസ്തുതാപരമായിട്ട് പിശകുകൾ ധാരണയിൽ ലാൽകുമാർ സംസാരിക്കരുത്. ഞങ്ങൾ ആ മെയിൽ വന്ന സമയത്ത് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് അറിഞ്ഞു എന്നാണ്. പക്ഷെ KPCCയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ആ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, പരാതിക്കാരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാൽകുമാർ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കണം. സതീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മൾ ചർച്ചയുടെ പല ഘട്ടത്തിലും ഷാഫിയുടെ കാര്യം പറഞ്ഞു. ഞാൻ വരാം. സജീഷ്, ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സജീഷിലേക്ക് പോകാൻ ശ്രമിച്ചത്. ഓക്കെ ലാൽ, അപ്പോൾ ഈ പറയുന്ന നിലയിൽ തന്നെ രോഹിത് പറയുന്നത് പോലെ ലാൽ പറയുന്നതിൽ ചില പ്രശ്നങ്ങൾ രോഹിത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ചർച്ചയുടെ പല ഘട്ടത്തിലും നമ്മൾ പറഞ്ഞു പോയൊരു പേരുണ്ട്, ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി, ശരിയാണ്. പക്ഷെ സ്വാഭാവികമായും കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ, പ്രവർത്തകർ പറഞ്ഞ ഷാഫിക്ക് എല്ലാം അറിയാമായിരുന്നു എന്നുള്ള വാദം നിലനിൽക്കുകയാണ്. ക്രിമിനൽ പരാതികൾ മുൻപിൽ വന്നില്ല എന്ന ഒറ്റ ന്യായത്തിൽ ഷാഫിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും? ഇവിടെ രോഹിത് പറഞ്ഞത് ഞാൻ പറഞ്ഞതിനകത്ത് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജനങ്ങൾക്ക് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരെങ്ങനെ അത് കണ്ടതെന്നും എപ്പോഴാണ് KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തിയതെന്നും ആൾക്കാരുടെ കയ്യിൽ മുന്നിൽ വ്യക്തമായിട്ടുണ്ട്. ഒന്നത്. രണ്ട്, അതിനകത്ത് ആൾ രസമുണ്ട്. ആ മെയിലിനകത്ത് കണ്ടന്റിനകത്ത് വേറൊരു കുഴപ്പം കൊണ്ടുണ്ട്. എന്താണെന്നറിയോ? ആ പെൺകുട്ടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ പരാതി ഓൾറെഡി ക്രൈംബ്രാഞ്ചിൻ്റെ ഉണ്ടെന്ന്. ക്രൈംബ്രാഞ്ചിൻ്റെ പരാതി ഉണ്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ പരാതി ഇരിക്കുമ്പോൾ പിന്നെ KPCC പ്രസിഡന്റ് DGPക്ക് കൊടുക്കുകയല്ല. KPCC പ്രസിഡന്റ് എന്ത് ചെയ്യുമെന്നായി പറയുന്നേ? ഓൾറെഡി ആ പെൺകുട്ടി സിസ്റ്റത്തിനെടുക്ക പേര് വെക്കാതെ എൻ്റെ പേരും ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉള്ളത് അവരുടെ ഉണ്ട്, എൻ്റെ ഡീറ്റെയിൽസ് ക്രൈംബ്രാഞ്ചിൻ്റെ ഉണ്ട്, ക്രൈംബ്രാഞ്ചിന് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റിൽ എൻ്റെ KPCC പ്രസിഡന്റിനെ കിട്ടുകയാണെങ്കിൽ KPCC പ്രസിഡന്റ് എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ് വലിയ മൊറാലിറ്റി പറഞ്ഞ് ചുമ്മാതെ തട്ടിപ്പാണ്. ഒരു കണ്ടൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. KPCC പ്രസിഡന്റ് എന്നല്ല, രാഹുൽ ഗാന്ധിക്ക് പോലും ആ കാര്യത്തിൽ ഒരു ചോയ്സ് ഇല്ല. മുക്കാൻ പറ്റില്ല. കാര്യം മുക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും മേളിലായി പോയി കാര്യം. ഈ പറയുന്ന പരാതി ഇവരുടെ കൈ കിട്ടുകയും ഇത് മുക്കുകയും ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇവർ തൂങ്ങിച്ചെത്താൽ മതി. ആ അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിനെ വെച്ചുകൊണ്ടാണ് DGPക്ക് പരാതി കൊടുക്കുന്നത്. എന്തിനാ തലവേദന ഒഴിവാക്കി വിടുന്നതാണ് നല്ലതെന്ന്. അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ കിട്ടിയ കംപ്ലൈന്റിൽ ഒന്നും ആക്ട് ചെയ്യാതെ ഈ കംപ്ലൈന്റിൽ പോലും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ പൊസിഷന് ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ കംപ്ലൈന്റിൽ പോലും മാധ്യമങ്ങളിൽ വ്യക്തമായി വന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആരോ ഈ പറയുന്ന മാധ്യമങ്ങൾക്കും ഇത് കൊടുത്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് ഓഫീസിൽ എന്തായാലും കൊടുക്കത്തില്ലല്ലോ.
KPCC പ്രസിഡന്റ് ഓഫീസിൽ കൊടുക്കത്തില്ല. ആ പറയുന്ന KPCC പ്രസിഡന്റ് പറയുന്നതിന്റെ ആ പോയിന്റിൽ തന്നെ ഈ സാധനം വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് മുമ്പ് വന്നിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് അത് കഴിഞ്ഞാണ് മാധ്യമങ്ങളെ കാണുന്നത്. അതുകൊണ്ട് എനിക്കൊരു സംശയവും ഇല്ല, ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. പിന്നെ പരാതി കിട്ടിയോണ്ട് DGP കൊടുത്തു, വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് കൊടുത്തതാണ്, അല്ലാതെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ തോന്നില്ല. അതുകൊണ്ടാണ് ആ ക്രൈംബ്രാഞ്ചിന്റെ റഫറൻസ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ഞാൻ നിർത്തി. തീർച്ചയായും ഞാൻ അവസാനിപ്പിക്കുന്നു. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഏറ്റവും ഒടുവിൽ അവസാന സാധ്യത വരെ കാത്തുനിന്ന ശേഷം പ്രഖ്യാപിച്ച പുറത്താക്കൽ നടപടിയിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന SK സജീഷ്, AM രോഹിത്, അഡ്വക്കേറ്റ് N ലാൽകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.